പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എനിക്കൊന്നൊരു 3 ആഴ്ച തികയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഈ സർക്കാരിൻ്റെ എതിരായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് കടന്നിട്ടില്ല. വിമർശനങ്ങളിലേക്ക് കടന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. കാരണം ഒരു ജനവിരുദ്ധനായിട്ടുള്ള ഒരു അധമനായിട്ടുള്ള ഒരു ചീഫ് സെക്രട്ടറിയെ ഈ സർക്കാർ ചേർത്ത് പിടിക്കുന്നതിനെതിരെ ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കുന്ന ഒരു നിലയിലേക്ക് ഞാൻ മാറിയിരുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. മാറിയിരുന്നില്ല എന്ന് പറയുമ്പോഴും വിമർശന വിധേയമായിട്ടുള്ള പല നടപടികളും ഈ സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് പോലും ഈ സർക്കാരിനെതിരെ ഒരു വിമർശനത്തിൻ്റെ പാതയിലേക്ക് ഞാൻ കടന്നിരുന്നില്ല എന്ന് ഞാൻ പറയട്ടെ. വലിയ സമ്മർദ്ദങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് എന്നുള്ളത് സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഏകാധിപത്യ ഭരണത്തിനെതിരെ ലക്ഷക്കണക്കിന് ആളുകൾക്കൊപ്പം ഞാനും പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പുറകിൽ ഒരു 1% എൻ്റെ പോരാട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എൻ്റെ കണക്കുകളൊന്നും പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. ഞാൻ കൂടെ പോരാടിയിട്ടാണ് ഈ സർക്കാർ വന്നതെന്നും പറഞ്ഞിട്ട് വലിയ ആവേശമൊന്നും ഞാൻ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഒരു 1% ഈ സർക്കാർ അധികാരത്തിൽ വരാൻ ഞാൻ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരും പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായും ആ അത്തരത്തിലുള്ള വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതി കേരളത്തിൻ്റെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രസക്തനായി പോയത്, അന്തരീക്ഷത്തിൽ വിലയും പ്രാപിച്ചു പോയത്. അങ്ങനെ വന്ന ഒരു ഉൽപ്പന്നമാണ് സതീശന് നേതൃത്വമുള്ള പുതിയ ഗവൺമെൻറ്. സ്വാഭാവികമായി ആ ഗവൺമെൻറ് വന്നു, ആ ഗവൺമെൻറ് ഇരുന്നു. അതിന് കുറച്ച് സമയം അവർക്ക് ഭരിക്കാൻ കൊടുക്കണ്ടേ എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. അതിലൊക്കെ ഒരു യുക്തിയുണ്ട്. അതിനേക്കാൾ ഉപരി ഈ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ അത് പിണറായി വിജയനും പ്രഭൃതികൾക്കും ഗുണകരമാകും എന്നുള്ള ഒരു ഗതികെട്ട അവസ്ഥ കൂടി അതിൻ്റെ മുന്നിലുണ്ട്. അല്ലെങ്കിൽ നിർജ്ജീവമായി നിൽക്കുന്ന 19 MLA-മാർ മാത്രമായി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് അത് ഗുണകരമാകും എന്നുള്ളൊരു വിഷയവും കൂടെ ഉള്ളത് കൊണ്ടുകൂടിയാണ് ഈ കണ്ട ദിവസങ്ങളിൽ അത്രയും ഈ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാനൊക്കെ ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിന്നത്. പക്ഷേ സുഹൃത്തുക്കളെ, ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നിന്നു എന്നുള്ളത് കൊണ്ട് വലിയ കാര്യമില്ല എന്ന് തോന്നുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ പൊതുജന മധ്യത്തിൽ തുറന്ന് കാണിക്കാതെ വയ്യ എന്നുള്ള ഒരു നിലയിലേക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 10-20 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ആമുഖമായി എനിക്ക് എൻ്റെ പ്രേക്ഷകരെടുത്ത് സൂചിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പുതിയ പ്രകോപനം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോഴും ഈ പറഞ്ഞ പോലെ നിശബ്ദത പാലിച്ചു. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഒരു പ്രകോപനം, ആ പ്രകോപനത്തിൽ നിശബ്ദത പാലിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ പ്രേക്ഷകരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതാണ് ഈ കഴിഞ്ഞ ദിവസം ശബരിമല പെരുങ്കൊള്ളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരെണ്ണമായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി ഹൈക്കോടതിയിലും വിജിലൻസ് കോടതിയിലുമൊക്കെ വാദിച്ചു കൊണ്ടിരുന്ന KB പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സീനിയർ അഭിഭാഷകനെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന, അല്ല ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല, ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞ ഒരു പുതിയ തസ്തിക ഉണ്ടാക്കി അയാളെ നിയമിച്ച നടപടി. നമുക്കറിയാം, പല വകുപ്പുകളിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരുണ്ട്. ഇപ്പോൾ വനം വകുപ്പിന് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറുണ്ട്, പിന്നെ നികുതി വകുപ്പിന് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറുണ്ട്. എന്നാൽ ദേവസ്വം കേസുകൾ വാദിക്കുന്നതിന് സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞൊരു തസ്തിക സൃഷ്ടിച്ച് ആ തസ്തികയിൽ KB പ്രദീപ് എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനെ, സീനിയർ അഭിഭാഷകനെ നിയമിക്കും. ആ സീനിയർ അഭിഭാഷകൻ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന അഭിഭാഷകനാണ്. ആ അഭിഭാഷകനെ നിയമിച്ചു. അതിനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിനെ തുടർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ നിയമനം മരവിപ്പിക്കുകയും ഇപ്പോൾ അയാളിൽ നിന്ന് രാജി എഴുതി വാങ്ങുകയും ചെയ്തു എന്നാണിപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
അപ്പോൾ സ്വാഭാവികം ചോദിക്കാം അയാളുടെ രാജി എഴുതി വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് അത് വിമർശന വിധേയമാക്കണമോ വേണ്ടയോ എന്ന്. അത് രാജി എഴുതി വാങ്ങിയാൽ പോലും ആ വിഷയം വിമർശന വിധേയമാണ് എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ UDF സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വലിയ വിജയം നേടുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചൊരു വിഷയമാണ് ശബരിമല പെരുങ്കൊള്ള. അത് കേരളത്തിലെ 40-45% വരുന്ന ഹിന്ദു മതവിശ്വാസികളുടെ മനസ്സിനെ വളരെയധികം മഥിച്ച ഒരു വിഷയമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ അവർ കാണിക്കയായി നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം CPM നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി അവരുടെ ഇടപെടലോടുകൂടി കൊള്ളയടിച്ചു കൊണ്ടുപോയി എന്നുള്ള ആ സംഭവം അവരെ വല്ലാതെ മഥിച്ചിരുന്നു. ആ മനോദുഃഖം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFന് ഏറ്റവും കൂടുതൽ ആസ്തിയായി മാറിയത് അതാണ്. യഥാർത്ഥത്തിൽ UDFന് 102 സീറ്റിലേക്കൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ശബരിമല പെരുങ്കൊള്ളയിൽ CPMന് ഉള്ള പങ്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് UDF സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ പോലും ശബരിമല പെരുങ്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കേസിൽ ജാഗ്രത കുറവ് കൊണ്ടാണ് ഇങ്ങനൊരു അഭിഭാഷകനെ നിയമിച്ചത് നമുക്ക് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ, ഹൈക്കോടതിയിൽ AGയുടെ ഓഫീസുണ്ട്, ഹൈക്കോടതിയിൽ DGPയുടെ ഓഫീസുണ്ട്, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസുണ്ട്, നൂറുകണക്കിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിഭാഷകരുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ KB പ്രദീപ് വാദിച്ചിട്ടുള്ളത് എന്നുള്ളത്. കേരള ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് ഈ KB പ്രദീപ് എന്നാണ് പറയുന്നത്. അയാളുടെ പ്രാഗൽഭ്യത്തെയൊന്നും ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ UDFനെ അധികാരത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിലെ 40-45% വരുന്ന ഹിന്ദു മത വിശ്വാസികളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വ്രണപ്പെടുത്തിയ ഒരു വിഷയത്തിൽ ശബരിമലയിൽ പെരുങ്കൊള്ള നടത്തിയ ഒരു സ്ഥാപനത്തിന് വേണ്ടി വാദിച്ച ഒരു അഭിഭാഷകനെ ദേവസ്വം വകുപ്പിൻ്റെ കേസുകൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പ്രീഡറായി നിയമിച്ചത് ജാഗ്രതക്കുറവും അറിവില്ലായ്മയും കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഞാൻ ചോദിക്കട്ടെ, തൊടാതെ വിഴുങ്ങാൻ കഴിയുമോ? കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ നിയമിക്കാൻ പോകുന്ന ഒരാളുടെ ക്രെഡൻഷ്യൽസ് നോക്കല് സ്വാഭാവികമല്ലേ? ഇങ്ങനെ നിയമിക്കാൻ പോകുന്ന ഒരു അഭിഭാഷകൻ അയാൾ ആർക്കൊക്കെ വേണ്ടി വാദിച്ചിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ അയാൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി വാദിച്ചുള്ള ഒരാളാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അയാളെ നിയമിക്കാതിരിക്കണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അയാളുടെ നിയമനത്തിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നില്ല ഇത്. അപ്പോൾ അത് ഉണ്ടായിട്ടും അയാൾ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിലും വിജിലൻസ് കോടതിയിലും വാദിച്ചതാണെന്നറിയാമായിരുന്നിട്ടും അയാളെ ദേവസ്വം വകുപ്പിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള സ്പെഷ്യൽ ഗവൺമെൻറ് പ്രീഡറായി ദേവസ്വം മന്ത്രിയുടെ പോലും അറിവില്ലാതെ, അതാണ് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്, മുഖ്യമന്ത്രിയാണ് തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ദേവസ്വം മന്ത്രിയുടെ പോലും അറിവില്ലാതെ നിയമിക്കണമെങ്കിൽ അതിന് പുറകിൽ ഞാൻ പറഞ്ഞ പോലെ മോർ ദാൻ വാട്ട് മീറ്റ്സ് ദ ഐ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മുടെ എല്ലാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് ദോഷൈക ദൃക്കുകൾ പറഞ്ഞാൽ നമുക്ക് അത് തള്ളിക്കളയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും കഴിയില്ല. ഇത് തീരുമാനിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അവർ മന്ത്രി തന്നെ പരസ്യമായി എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്ന വേറൊരു വിഷയമുണ്ട്. എന്താണ്? മെയ് 1-ാം തീയതി പിന്നീട് കേരള മുഖ്യമന്ത്രിയായ VD സതീശൻ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കർണാടകത്തിൽ പോയി ദുരൂഹമായിട്ടുള്ളൊരു യാത്ര നടത്തിയിട്ടുള്ള ഒരു വിവാദം ഇപ്പോഴും പൊതുജനത്തിൻ്റെ മനസ്സിലുണ്ട്. അന്ന് കർണാടകത്തിലേക്ക് പോകാൻ ഉപയോഗിച്ച ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഈ VD സതീശൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത എന്തോ രജികുമാർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി, അയാളാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. VD സതീശൻ എന്തിനും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകണമായിരുന്നു എന്നുള്ളതും സംശയാസ്പദമാണ്. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ നിന്ന് പോയാൽ പോരായിരുന്നു, എന്തിനെങ്കിലും പോയി എന്നുള്ളതിനും മറുപടി കിട്ടിയിട്ടില്ല. ആ രജികുമാർ ഈ ശബരിമല കൊള്ള അന്വേഷിച്ച SIT ചോദ്യം ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ശബരിമല കൊള്ളയിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി വാദിച്ച KB പ്രദീപിനെ ദേവസ്വം വകുപ്പിൻ്റെ കേസുകൾ മുഴുവൻ കൈകാര്യം ചെയ്യാനുള്ള സ്പെഷ്യൽ ഗവൺമെൻറ് പ്രീഡറുടെ ഒരു തസ്തിക സൃഷ്ടിച്ച് അതിൽ നിയമിച്ചു എന്ന് പറയുമ്പോൾ അത് സ്ട്രെയിറ്റ് ഫോർവേഡാണ് എന്ന് വിശ്വസിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല സുഹൃത്തുക്കളെ.
തീർത്തും അധാർമികമായിട്ടുള്ള ഈ നിയമനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് നിയമിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഈ 48 മണിക്കൂർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്, അത് 24 മണിക്കൂറാണെന്ന് പറയുന്നത്. അതിനിടയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു വന്നില്ല സുഹൃത്തുക്കൾ? ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ പറഞ്ഞ എന്താണ്, കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നത് പോലെയാണ് എന്നാണ് ഈ തീരുമാനം എന്നാണ് അയാൾ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഏതോ ചാനലിലിരുന്ന് ശ്രീമാൻ എം എൻ കാരശ്ശേരി, പ്രഗത്ഭനായ സാഹിത്യകാരൻ, അദ്ദേഹം വി ഡി സതീശന് മുഖ്യമന്ത്രിയാകുന്നതിനൊക്കെ അങ്ങേ അറ്റം പിന്തുണച്ച ആളാണ്. അദ്ദേഹം പോലും ഒരു ചാനലിലിരുന്ന് ഇത് അധാർമികമാണ് എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവസാനം രാജിവെക്കേണ്ടി വന്നു. സുഹൃത്തുക്കളെ, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പം എന്താ? ചത്തുകിടന്ന പിണറായി വിജയൻ, മൃതപ്രായനായി കിടന്ന ബി എൻ വാസവൻ, എറണാകുളത്ത് കളമശ്ശേരി മണ്ഡലത്തിൽ 20,000-ലധികം വോട്ടിന് തോറ്റ പി രാജീവ്, അവരൊക്കെ ചാടി എഴുന്നേറ്റ് വരികയാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് വരികയാണ്. ഇതിനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തത് ശരിയാണോ? ആരാണ് ഇതിന് ഉത്തരവാദി? ഒരേ ഒരാളാണെന്നാണ് വിമർശനം മുഴുവൻ പറയുന്നത്, വി ഡി സതീശൻ. ഇത് ചെയ്യാമായിരുന്നു വി ഡി സതീശൻ ചെയ്യുന്നതുകൊണ്ട് എന്താ പറ്റുന്നത്? UDF സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെയല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? ആ UDF സർക്കാരിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടാൽ ആരാണ് അതിനകത്ത് നേട്ടം ഉണ്ടാക്കുക? ഈ പിണറായിയും പ്രഭൃതികളുമല്ലേ നേട്ടം ഉണ്ടാക്കുക. റദ്ദാക്കപ്പെട്ട പിണറായി വിജയനും കൂട്ടരുമല്ലേ അതിനകത്തുള്ള നേട്ടം ഉണ്ടാക്കുക. അതുകൊണ്ട് അവസാനമായി എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനെല്ലാം അപകടം പതിയിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഒറ്റയാൾ ഇതെല്ലാം തീരുമാനിക്കുന്നുകൊണ്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമായിട്ട് ഇത് മാറി എങ്ങനെയാണെന്നറിയാമോ? അത് പിണറായി വിജയൻ എടുത്ത സമീപനമാണ്. ആ പ്ലീഡർമാരെല്ലാം തീരുമാനിക്കുന്നു, മുഖ്യമന്ത്രിയും AGയും കൂടെ ചേർന്ന് ചെയ്തോട്ടെ എന്ന് പിണറായി വിജയൻ എടുത്ത ഏകാധിപത്യപരമായിട്ടുള്ള തീരുമാനം വി ഡി സതീശനും തുടർന്നുകൊണ്ടാണ് ഈ കുഴപ്പത്തിൽ വന്ന് പെട്ടത്. പ്ലീഡർമാരെ തീരുമാനിക്കുന്ന കാര്യമൊക്കെ മൊത്തത്തിൽ ക്യാബിനറ്റോ അല്ലെങ്കിൽ പാർട്ടിയോ ഒരുമിച്ച് തീരുമാനിക്കാറുണ്ടെങ്കിൽ ഇതുപോലുള്ള കുഴപ്പത്തിലേക്ക് പോവുമോ? IAS ഉദ്യോഗസ്ഥന്മാരുടെ പുനർവിന്യാസവും ക്യാബിനറ്റാണ് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അത് പിണറായി വിജയൻ തീരുമാനിച്ചു. എന്താണ്, പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയും കൂടെ ചെയ്തോളാം. അതും വി ഡി സതീശൻ ആ കീഴ്വഴക്ക. അപ്പോൾ തനിക്കിഷ്ടമുള്ള കീഴ്വഴക്കങ്ങൾ പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് വി ഡി സതീശനും പിന്തുടരും. അതല്ലേ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇത് വി ഡി സതീശൻ സ്വന്തമായി തീരുമാനമെടുക്കുന്നതിനൊരു പാർട്ടി ഇടപെട്ട് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ല സംഭവിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇത് അധാർമികമായി പോയി തീരുമാനം. ഇത് പിൻവലിച്ചു, ഇത് റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് ഇതിനകത്ത് ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. ഇനിയെങ്കിലും ഇതുപോലെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഒരു അധികാര കേന്ദ്രം മാത്രം എടുക്കാതെ ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി KPCC കൂടി ഇടപെട്ട് നടത്തുക, അല്ലെങ്കിൽ ക്യാബിനറ്റ് കൂടി ഇടപെട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുക. അതല്ല എങ്കിൽ ഈ വി ഡി സതീശൻ്റെ ഇതുപോലുള്ള ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങൾ UDFനെ സർക്കാരിനെ ദുർബലപ്പെടുത്തും. UDF സർക്കാരിനെ ദുർബലപ്പെടുത്തുമ്പോൾ ഈ മൃതപ്രായരായി കിടക്കുന്ന ഈ വന്ധ്യവയോധികനും രോഗഗ്രസ്തനുമായിട്ടുള്ള പിണറായി വിജയനെ പോലുള്ള ആളുകൾ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഏറ്റവും ഗതികെട്ട ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യം ദയവായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സൂചിപ്പിക്കാനുള്ളത്.